നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇഞ്ചക്കുണ്ടിൽ നാവ് കുറുകെ ചാടി ബൈക്ക് യാത്രക്കാരായ ദമ്പതികൾക്ക് പരിക്ക്. കൊടകര ഗവൺമെന്റ് LP സ്കൂൾ വാർഷികവും പ്രീ പ്രൈമറി കലോത്സവവും അധ്യാപക രക്ഷാകർതൃ സംഗമവും നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊടകര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൊടകര ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. തനൂർ സെന്ററിൽ അനധികൃതമായി നടത്തിവന്ന മാംസ വിൽപ്പന ആരോഗ്യവകുപ്പ് അധികൃതർ തടഞ്ഞു. സംസ്ഥാനത്തെ മികച്ച ഹോമിയോ ഡിസ്പെൻസറിക്കുള്ള പുരസ്കാരം കൊരട്ടി ഗ്രാമപഞ്ചായത്തിന്. വാർത്തകൾ വിശദമായി. ഇഞ്ചക്കുണ്ടിൽ മ്ലാവ് കുറുകെ ചാടി ബൈക്ക് യാത്രക്കാരായ ദമ്പതികൾക്ക് പരിക്ക്. തോട്ടം തൊഴിലാളികളായ കൊരേച്ചാൽ സ്വദേശി വെള്ളാന്ത്ര വീട്ടിൽ പങ്കജാക്ഷൻ, ഭാര്യ സുധ എന്നിവർക്കാണ് പരിക്ക്. തോളെല്ല് പൊട്ടിയ പങ്കജാക്ഷനെയും തലയ്ക്കും കൈക്കും പരിക്കേറ്റ സുധയെയും മുളങ്ങുന്നുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച പുലർച്ചെ 5:30 അപകടം. കാരിക്കുളത്തെ തോട്ടത്തിൽ ടാപ്പിങ്ങിന് പോകുന്നതിനിടയിൽ റോഡിന് കുറുകെ ചാടിയ മ്ലാവ് ബൈക്കിൽ വന്നിടിക്കുകയായിരുന്നു. റോഡിലേക്ക് തെറിച്ചു വീണാണ് ഇരുവർക്കും പരിക്ക്. നാട്ടുകാരാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്. കൊടകര ഗവൺമെന്റ് LP സ്കൂൾ വാർഷികവും പ്രീ പ്രൈമറി കലോത്സവവും അധ്യാപക രക്ഷാകർതൃ സംഗമവും നടത്തി. ആർപോയ് 2025 എന്ന പേരിൽ നടത്തിയ പരിപാടി കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സന്ദേശ് നാരായണൻ അധ്യക്ഷനായി. മിമിക്രി താരം മുരളി ചാലക്കുടി മുഖ്യാതിഥിയായിരുന്നു. സ്റ്റാഫ് സെക്രട്ടറി MV ഗീത റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, പഞ്ചായത്ത് അംഗങ്ങളായ CDCB, MM ഗോപാലൻ, പ്രധാന അധ്യാപിക MK ഡെയ്നി, കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് സ്കൂൾ പ്രധാന അധ്യാപിക ജീഷ ജോൺസൺ, OSTA പ്രസിഡന്റ് രാജലക്ഷ്മി, MPTA പ്രസിഡന്റ് മഞ്ജുഷ സതീഷ്, സ്കൂൾ ലീഡർ VA ആദിലക്ഷ്മി, സീനിയർ അധ്യാപിക TS നസീമ എന്നിവർ സംസാരിച്ചു. ലഭ്യമായതുകൊണ്ടാണ് നല്ലൊരു കിച്ചൺ പണിയാൻ കഴിഞ്ഞിട്ടുണ്ട്, നല്ല ടോയ്ലറ്റ് സമുച്ചയമുണ്ട്, നല്ല കമാനം ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുമ്പത്തെ വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രൻ മാഷിന്റെ സമയത്ത് 1 കോടി രൂപ ലഭ്യമായതിന്റെ ഭാഗമായിട്ട് നമുക്ക് പുതിയൊരു ബിൽഡിംഗ് തൊട്ടപ്പുറത്ത് പണിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേരളത്തിന്റെ സംസ്ഥാന തലം തൊട്ട് ഇങ്ങോട്ട് താഴെത്തട്ട് വരെയുള്ള പഞ്ചായത്തുകളുടെ സംവിധാനങ്ങളുടെ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാം 2025 നമ്മൾ കൊണ്ടാടുകയാണ്. അതിൻ്റെ എല്ലാവിധ സന്തോഷങ്ങളും നിങ്ങൾ അറിയിക്കട്ടെ. കൂടെ ഇങ്ങനെ ഒരു പ്രവർത്തനത്തിന് ഇത് മികവുറ്റതാക്കാൻ സ്കൂളിനോടൊപ്പം പ്രവർത്തിച്ച് ഇത്ര വർണ്ണാഭമാക്കാൻ നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ PTA അംഗങ്ങൾ, ടീച്ചർമാർ തുടങ്ങി PTA അംഗങ്ങൾ, അങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും പരിപാടിയായിരുന്നു. മറ്റു വിദ്യാലയങ്ങളും ഒക്കെ വളരെ മാതൃകയായി എടുത്തു പറഞ്ഞ ഒരു പ്രവർത്തനമായിരുന്നു ചെസ് പരിശീലനം. തുടർ വർഷങ്ങളിലും നമ്മളത് തുടർന്നു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു സഹായം കൂടെ നമുക്ക് കിട്ടേണ്ടതുണ്ട്. അപ്പൊ അത് നിങ്ങളുടെ അഭിപ്രായത്തിനും തീരുമാനത്തിനുമായിട്ട് വിടുകയാണ്. തൊഴിൽ നികുതി വർധനവ് പിൻവലിക്കുക, ഹരിതകർമ്മസേനയുടെ ഫീസ് മാലിന്യത്തിന്റെ തോതനുസരിച്ച് ക്രമീകരിക്കുക, ലൈസൻസുമായി ബന്ധപ്പെട്ട അനാവശ്യ നിബന്ധന ഒഴിവാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊടകര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൊടകര ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊടകര യൂണിറ്റ് പ്രസിഡന്റ് ഷാജു കാളിയങ്കര ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി ബാബു ജോർജ്, യൂത്ത് വിംഗ് പ്രസിഡന്റ് സിൻഡോ ദേവസി, വനിതാ വിംഗ് പ്രസിഡന്റ് ജാൻസി വിൽസൺ, വൈസ് പ്രസിഡന്റ് രാമചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇന്ന് നമ്മുടെ കേരളത്തിലൂടെ ഒരു നീളം പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ അതിർത്തികളിൽ
വ്യാപാരി വ്യവസായി ഏകോപന സമിതി ധർണ നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ധർണയാണ് നമ്മളിന്ന് കൊടകരയിൽ നടത്തിപ്പോരുന്നത്. ഒരുപാട് കാട നിയമങ്ങൾ, വ്യാപാരികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന കാട നിയമങ്ങൾ അത് നിർത്തലാക്കുക, അത് അവസാനിപ്പിക്കുക എന്നുള്ള മുദ്രാവാക്യവുമായി നിങ്ങൾക്കറിയാം, ഹരിതകർമ്മസേനയുടെ ഒരു വേസ്റ്റുമില്ലാത്ത ഒരു വ്യാപാരി 100 രൂപ വെച്ചിട്ട് മാസം കൊടുക്കണം. അതുപോലെ തന്നെ ഒരുപാട് കാട നിയമങ്ങൾ. കൂട്ടധർണ സംഘടിപ്പിച്ചിരിക്കുന്നത് കേരള വ്യാപാരി വ്യവസായിയുടെ ഏകോപന സമിതിയുടെ നെടുന്തൂണുകളായ എല്ലാ നേതാക്കന്മാരും പങ്കെടുക്കുന്ന ഈ ധർണ കൊടകരയിൽ സംഘടിപ്പിക്കാൻ തയ്യാറായത് എല്ലാ വ്യാപാരികളോടും നന്ദി അറിയിക്കുകയും ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. കൊടകര പുത്തുക്കാവ് ദേവി ക്ഷേത്രത്തിലെ താലപ്പൊലിയോടനുബന്ധിച്ചും കൊടകര സെന്റ് ജോസഫ് ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ചും നടത്തിയ ഫോട്ടോഗ്രാഫി മത്സരത്തിലെ വിജയികൾക്ക് ക്യാഷ് അവാർഡ് വിതരണം ഞായറാഴ്ച കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ച് നടത്തും. രാവിലെ 9:30 ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. പുതുക്കാട് MLA KK രാമചന്ദ്രൻ അവാർഡ് വിതരണം നിർവഹിക്കും. ക്ലബ്ബ് അംഗങ്ങളുടെ തിരിച്ചറിയൽ കാർഡിന്റെ വിതരണം കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ നിർവഹിക്കും. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കും. NCERTയുടെ നാഷണൽ പോപ്പുലേഷൻ എഡ്യൂക്കേഷൻ പ്രോജക്ട് 2024-25 കർമ്മ പദ്ധതി പ്രകാരം ചെമ്പൂച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്ക് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ എന്നീ മേഖലയുമായി ബന്ധപ്പെട്ട് ഏകദിന പരിശീലനം നടത്തി. ശില്പശാലയ്ക്ക് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പ്രോജക്ട് ചെമ്പൂച്ചിറയിലെ CPO അജിത PK സ്വാഗതം ആശംസിച്ചു. പ്രധാന അധ്യാപിക കൃപ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് പ്രശാന്ത് PS ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പാട് CHSയിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ രമ്യ KA ആദ്യത്തെ സെഷന് നേതൃത്വം നൽകി. തുടർന്ന് വിൽവട്ടം FHCയിലെ മെഡിക്കൽ ഓഫീസറും അസിസ്റ്റന്റ് സർജനുമായ ഡോക്ടർ മിനി നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിച്ചു. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ SI ഷിജു TB, ഹൈസ്കൂൾ അധ്യാപിക മില K ആൻഡ്രൂസ്, SPC PTA അംഗം സുനിത KA എന്നിവർ സംസാരിച്ചു. നമ്മുടെ പ്രദേശത്ത് പോലും കുട്ടികൾക്ക് അത്തരത്തിലുള്ള ഭക്ഷണങ്ങളോടൊന്നും താല്പര്യമില്ലാതെ പോകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ കൂടുതൽ അമിതമായിട്ടുള്ള മറ്റ് രുചി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മറ്റു രീതിയിലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടാകുന്ന തലോർ സെന്ററിൽ അനധികൃതമായി നടത്തിവന്ന മാംസ വിൽപ്പന ആരോഗ്യവകുപ്പ് അധികൃതർ തടഞ്ഞു. തലോർ തൈക്കാട്ടുശ്ശേരി റോഡിൽ ദീപ്തി സ്കൂളിന് സമീപമാണ് മാംസ വിൽപ്പന നടത്തിവന്നത്. ശനി ഞായർ ദിവസങ്ങളിൽ തുറന്ന വാഹനത്തിലെത്തിച്ച് ശുചിത്വ മാനദണ്ഡങ്ങളില്ലാതെയാണ് മാംസ വിൽപ്പന. പൊതുജനാരോഗ്യ നിയമപ്രകാരം നെന്മണിക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ MR രഘു, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ OG മായ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി മാറ്റ്ലി, മാലിന്യ വിജിലൻസ് സ്ക്വാഡ് അംഗം ഷിമി ഷൈജു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നടപടി. സംസ്ഥാനത്തെ മികച്ച ഹോമിയോ ഡിസ്പെൻസറിക്കുള്ള പുരസ്കാരം കൊരട്ടി ഗ്രാമപഞ്ചായത്തിന്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഹോമിയോ ഡിസ്പെൻസറിക്കുള്ള ആയുഷ് കേരള പുരസ്കാരമാണ് കൊരട്ടി ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചത്. ആയുഷ് കേരള ഹോമിയോ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. പാലക്കാട് വെച്ച് നടന്ന ചടങ്ങിൽ പാലക്കാട് MP VK ശ്രീകണ്ഠനിൽ നിന്നും കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു, വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് KR സുമേഷ്, ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദീപ പിള്ള എന്നിവർ ഏറ്റുവാങ്ങി. സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ശ്രീജിത്ത് SO അധ്യക്ഷത വഹിച്ചു. വാർഷിക പദ്ധതിയിലെ തുകയും ചിലവഴിക്കലും, മെഡിക്കൽ ക്യാമ്പുകൾ, സ്റ്റാഫുകളുടെ എണ്ണം, OP വിഭാഗത്തിലെ രോഗികളുടെ എണ്ണം, ഡിസ്പെൻസറിയിലെ വിവിധ കമ്മിറ്റികളുടെ ചേരലും പങ്കാളിത്തവും എന്നിവ അടിസ്ഥാനമാക്കിയാണ് അവാർഡ് നിശ്ചയിച്ചത്. മികച്ച അടിസ്ഥാന സൌകര്യമുള്ള ഹോമിയോ ഡിസ്പെൻസറിക്കുള്ള പുരസ്കാരം കണ്ണൂർ ജില്ലയിലെ പിണറായി പഞ്ചായത്ത് കരസ്ഥമാക്കി. മറ്റു പഞ്ചായത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി 9 ലക്ഷം രൂപയാണ് മരുന്നിനും സ്റ്റാഫിനുമായി പഞ്ചായത്ത് ഓരോ വർഷവും നീക്കിവച്ചിട്ടുള്ളത്. ഒരു ദിവസം ശരാശരി 150-ലധികം രോഗികളാണ് കൊരട്ടി പഞ്ചായത്ത് ഹോമിയോ ഡിസ്പെൻസറിയിൽ ചികിത്സ തേടി വരുന്നത്. ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ചികിത്സ, ത്വക്ക് രോഗങ്ങൾക്കും ഗർഭധാരണ പ്രശ്നങ്ങൾക്കുമുള്ള നൂതന ചികിത്സകൾ കൊരട്ടിയിലെ ഡിസ്പെൻസറിയിൽ ലഭ്യമാണ്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ചികിത്സ തേടി നിരവധി രോഗികൾ കൊരട്ടിയിലെത്തുന്നു. അലോപ്പതി മേഖലയിൽ സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ വർഷത്തെ ജില്ലയിലെ മികച്ച പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിനുള്ള പുരസ്കാരം കൊരട്ടി പഞ്ചായത്തിന്റെ നാലുകെട്ട് പ്രാഥമികാരോഗ്യ കേന്ദ്രം നേടിയിരുന്നു. മസ്തകത്തിൽ മുറിവേറ്റ് അതീവ ഗുരുതരാവസ്ഥയിലായ കാട്ടുകൊമ്പന് ചികിത്സ ആരംഭിച്ചു. ആനയുടെ മസ്തകത്തിലെ മുറിവിൽ നിലവിൽ അണുബാധയുണ്ടെന്നും അണുബാധ തലച്ചോറിലേക്ക് വ്യാപിക്കാനും സാധ്യതയുണ്ടെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു.
ചികിത്സ വിജയിക്കാൻ 70% വിജയത്തിനും 30% പരാജയത്തിനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും ചികിത്സ നൽകാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നതെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ അറിയിച്ചു. ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിൽ ആനയുടെ ആരോഗ്യസ്ഥിതി നിരീക്ഷിച്ചിരുന്നു. ആരോഗ്യസ്ഥിതി ഗുരുതരമെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് വീണ്ടും ചികിത്സിക്കാൻ തീരുമാനിച്ചത്. ആനയ്ക്കുള്ള ചികിത്സ ഇന്നു മുതൽ ആരംഭിക്കുമെന്നും കോടനാട് അഭയാരണ്യത്തിൽ ബലക്ഷയമുള്ള ആനക്കൂട് ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടി ആരംഭിച്ചതായും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അറിയിച്ചു. കഴിഞ്ഞ 24-ന് കൊമ്പനെ മയക്കുമടി വെച്ച് പിടികൂടിയ ശേഷം മുറിവിൽ മരുന്ന് വെച്ച് വിടുകയായിരുന്നു. മുറിവുണങ്ങാതെ പഴുപ്പാവുകയും മുറിവിൽ പുഴുക്കളെ കണ്ടെത്തിയതിനെ തുടർന്നാണ് വീണ്ടും ചികിത്സ നടത്താൻ തീരുമാനിച്ചത്. ഒരാഴ്ചയായി ആന പുഴയിലും റബ്ബർ തോട്ടത്തിലെ ചെളിക്കുഴിയിലുമായി കഴിയുകയായിരുന്നു. നടക്കുമ്പോൾ മണ്ണുവാരി മസ്തകത്തിലേക്കിടുമ്പോൾ മുറിവിലേക്ക് മണ്ണ് കയറുകയും മണ്ണ് മുറിവിലൂടെ പുകരൂപത്തിൽ പുറത്തേക്ക് ഉയരുന്ന ചിത്രം ഫൈസൽ അന്നമനട പകർത്തിയിരുന്നു. പഴുപ്പഴുകി ദുർഗന്ധം വീണ് തുടങ്ങിയതായി തോട്ടം തൊഴിലാളികൾ പറയുന്നു. ചാലക്കുടി പുഴയുടെ ഇരുകരകളിലുമായിട്ടാണ് മുറിവേറ്റ ശേഷം കൊമ്പൻ മേയുന്നത്. കഴിഞ്ഞ 3 ദിവസമായി വെറ്ററിനറി ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് കൊമ്പനുള്ളത്. കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്കായി കോടനാട് നിന്ന് കൂട് അടുത്ത ദിവസങ്ങളിൽ എത്തിക്കാൻ വേണ്ട നടപടി ആരംഭിച്ചു. ചികിത്സ വരും ദിവസങ്ങളിൽ തുടരുമെന്ന് അധികൃതർ പറഞ്ഞു. നെടുമ്പാളിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച കേസിലെ പ്രതി 1 വർഷത്തിനു ശേഷം പിടിയിൽ. കൊടുങ്ങല്ലൂർ അഴീക്കോട് സ്വദേശി ഏപ്പിള്ളി വീട്ടിൽ 24 വയസ്സുള്ള അനിലാണ് പിടിയിലായത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലായിരുന്നു സംഭവം. നെടുമ്പാൾ KLDC കനാൽ ബണ്ടിൽ നിർത്തിയിട്ടിരുന്ന നെടുമ്പാൾ സ്വദേശി ദാസന്റെ ബൈക്കാണ് മോഷ്ടിച്ചത്. സംഭവത്തിനു ശേഷം ഒളിവിൽ പോയ അനിൽ കാട്ടൂർ കീഴ്ത്താണിയിൽ ഒരു വീട്ടിൽ ഒളിവിൽ കഴിയുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് അന്വേഷണത്തിലാണ് പിടിയിലായത്. പുതുക്കാട് SHO വി സജീഷ് കുമാർ, SI CD ബിജു, പോലീസ് ഉദ്യോഗസ്ഥരായ VD അജി, സുജിത്, ജെറിൻ ജോസ്, ഹരിലാൽ എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില സ്വർണം ഗ്രാമിന് 7,980 രൂപ, പവന് 63,840 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇഞ്ചക്കുണ്ടിൽ മ്ലാവ് കുറുകെ ചാടി ബൈക്ക് യാത്രക്കാരായ ദമ്പതികൾക്ക് പരിക്ക്. കൊടകര ഗവൺമെന്റ് LP സ്കൂൾ വാർഷികവും പ്രീ പ്രൈമറി കലോത്സവവും അധ്യാപക രക്ഷകർത്തൃ സംഗമവും നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊടകര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൊടകര ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. തലോർ സെന്ററിൽ അനധികൃതമായി നടത്തിവന്ന മാംസ വിൽപ്പന ആരോഗ്യവകുപ്പ് അധികൃതർ തടഞ്ഞു. സംസ്ഥാനത്തെ മികച്ച ഹോമിയോ ഡിസ്പെൻസറിക്കുള്ള പുരസ്കാരം കൊരട്ടി ഗ്രാമപഞ്ചായത്തിന്. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.